2013 മുതലാണ് ബി.ജെ.പിയുടെ വളർച്ച അതിവേഗം ഉണ്ടാകുന്നത്. അതിപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും പരിശോധിച്ചാൽ നോക്കാം, ബി.ജെ.പിക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ വരെ ബി.ജെ.പി അധികാരത്തിലെത്തുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഹരിയാനയായാലും ഒറീസയായാലും അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ, ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ബി.ജെ.പിക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്തുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2013 ശേഷമാണ്. ഈ 2013 ശേഷം നാം പറയുമ്പോൾ അത് നരേന്ദ്രമോദി മാത്രമല്ല, ഈ വിജയത്തിന് പിന്നിൽ നരേന്ദ്രമോദി മാത്രമല്ല, മറ്റൊരാൾക്കും വലിയ രീതിയിൽ പങ്കുണ്ട്. കാരണം ഒരു സിനിമ വിജയിക്കണമെങ്കിൽ നായകൻ മാത്രം പോരാ, മികച്ച വില്ലനും ആവശ്യമാണ്. നരേന്ദ്രമോദി എന്ന നായകൻ മാത്രമല്ല, വില്ലനായി രാഹുൽ ഗാന്ധിയും ഉള്ളത് കൊണ്ടാണ് ഈ വിജയങ്ങൾ സാധ്യമാകുന്നത്. 2013-14 കാലഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഈ നേതൃത്വം, കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും മുൻനിരയിലേക്ക് വരികയും, അങ്ങനെ അദ്ദേഹം മുൻനിരയിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു രാഹുൽ നരേന്ദ്രമോദി മത്സരം നടക്കുകയും അങ്ങനെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ചുരുക്കുകയും അതിൽ എല്ലാ കാലത്തും വിജയം നരേന്ദ്രമോദി സ്വന്തമാക്കുകയും ചെയ്തത്. രാഹുൽ ഗാന്ധി പ്രചരണം നടത്താനായി ഏത് സംസ്ഥാനത്ത് പോവുകയാണെങ്കിൽ ചെറിയ തെരഞ്ഞെടുപ്പ് വരെ അവർ പരാജയപ്പെടുന്നത് പതിവാണ്. കാരണം ഓരോ നിയമസഭ പരിശോധിച്ചാൽ നമുക്കറിയാം, ലോക്സഭ പരിശോധിച്ചാൽ അറിയാം. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും തൻ്റെ സ്വാധീനം കൊണ്ട് മറുപക്ഷത്തെ വിജയിപ്പിക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അങ്ങനെ വിജയത്തിൽ, ബി.ജെ.പിയുടെ വിജയത്തിൽ പങ്കാളിയായ രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി നേതാവായ, ബി.ജെ.പി വക്താവായി ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത പ്രിന്റു മഹാദേവ് രംഗത്ത് വരുന്നത്. ഇദ്ദേഹത്തിനെതിരെ കൊലവിളി നടത്തുകയും വെടിവെക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ വലിയ വിമർശനം ഉണ്ടാകുന്നു. കേസെടുക്കണം, അദ്ദേഹത്തിനെതിരെ പരാതി നൽകുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു, നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു. അങ്ങനെ ഒരു വൻ ബഹളമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതിനിടയിലാണ് ഏറ്റവും അവസാനം ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ പ്രിന്റു മഹാദേവിനെതിരെ രംഗത്ത് വന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ, ബി.ജെ.പി എല്ലാ കാലത്തും ബി.ജെ.പിയുടെ ഓഫീസിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വച്ച് ബി.ജെ.പിയുടെ ഐശ്വര്യം, ഈ വീടിന്റെ ഐശ്വര്യം രാഹുൽ ഗാന്ധിയാണ് എന്ന് എഴുതി വയ്ക്കണമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും തമാശ രൂപേണ പറയുന്നത് നാം കണ്ടിട്ടുണ്ട്. അങ്ങനെ ബി.ജെ.പിയുടെ ഐശ്വര്യമായ ഇദ്ദേഹത്തെ, രാഹുൽ ഗാന്ധിയെ പ്രിന്റു വിമർശിച്ചത് ഒട്ടും ശരിയായില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇത്രയും ലോകത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാകാനും 2014-ലും 2019-ലും 2024-ലെയും തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള ഒരു ശക്തിയായി മാറിയ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ കൊന്നുകളയണം, വെടിവെക്കണം എന്ന് പറയുന്നത് വളരെ വലിയ തെറ്റാണ്. കാരണം ഉണ്ട ചോറിന് അദ്ദേഹം നന്ദി കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇപ്പോൾ നോക്കൂ, ഗുജറാത്തിൽ അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാണ് ബി.ജെ.പി അധികാരത്തിലിരിക്കുന്നത്. അത് വർഷങ്ങളായെന്ന് പറയാം. മറിച്ച് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ, ഒറീസ, ഹരിയാന, ത്രിപുര, ബംഗാളിലെല്ലാം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ബി.ജെ.പി വളർന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തെലങ്കാന, ആന്ധ്രാപ്രദേശ് അടക്കം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും. എന്തിനു പറയുന്നു, തൃശ്ശൂരിൽ 2019-ലെ ലോക്സഭ എം പി ആരാണ്? കോൺഗ്രസ്സുകാരനെ പരാജയപ്പെടുത്തിയാണ് അവിടെ ബി.ജെ.പി വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് മൂന്നാമതാണെങ്കിലും കോൺഗ്രസിന്റെ എം പിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണല്ലോ അവിടെ ബി.ജെ.പി വിജയിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും കോൺഗ്രസിന്റെ സഹായം കൊണ്ട് അവർ കീഴടങ്ങിയാൽ മാത്രമേ ബി.ജെ.പിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിനൊരു സാഹചര്യം ഒരുക്കുന്നതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ബി.ജെ.പിയെ തോൽപ്പിക്കാനുള്ള കഴിവില്ലെന്ന് അദ്ദേഹത്തിന് സ്വയം ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ നെഹ്റു അടിമകളായ, കോൺഗ്രസ് അടിമകളായ നേതാക്കൾക്ക് മാത്രം ഇത് മനസ്സിലാകുന്നില്ല. ബി.ജെ.പിയുടെ ചരിത്രം നോക്കൂ. 2004-ലെ തെരഞ്ഞെടുപ്പിൽ അന്ന് വാജ്പേയി ആയിരുന്നു. 2009-ലേക്ക് വരുമ്പോൾ അദ്വാനിയാണ്. ഇവർക്ക് രണ്ടുപേർക്ക് പരാജയം സംഭവിച്ചതിന് ശേഷം അവരെ പൂർണ്ണമായി ഒഴിവാക്കി നരേന്ദ്രമോദി എന്ന പുതിയ മുഖത്തെ കൊണ്ടുവന്നു. അദ്ദേഹം അന്ന് പരാജയപ്പെടുത്തിയിരുന്നെങ്കിൽ അവർ പുതിയ ആളെ കണ്ടെത്തുമായിരുന്നു. അല്ലാതെ ഒരു കുടുംബത്തെ മാത്രം വെച്ച് മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയും? അതുകൊണ്ടല്ലേ ഈ കോൺഗ്രസിന് അധികാരം നഷ്ടമാകുന്നത്. ഒരു മനുഷ്യന് 3 തവണയായി അവസരം നൽകുകയാണ്. കോൺഗ്രസിന്റെ ഗതികേടല്ലേ? അതെന്താ, വേറെ നേതാക്കളില്ലേ?
2014 തെരഞ്ഞെടുപ്പിൽ, 19, 24 3 തെരഞ്ഞെടുപ്പുകൾ. ഇത് മാത്രമാണോ? എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഇദ്ദേഹം പരാജയപ്പെടുകയല്ലേ. പരാജയപ്പെടുമ്പോൾ ഇദ്ദേഹം മൗനത്തിലേക്ക് പോകും. നോക്കൂ, 15 വർഷം ഭരിച്ച ന്യൂഡൽഹിയിൽ പരാജയപ്പെട്ടു, ഹരിയാനയിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞ തവണ അധികാരം കിട്ടുന്ന പ്രതീക്ഷയെങ്കിൽ അതുപോലും കിട്ടിയില്ല. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇവർക്ക് ഭരണം നഷ്ടമായില്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? രാഹുൽ ഗാന്ധി അത് തിരിച്ചറിയണം, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. പുതിയ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരൂ. താൻ മാത്രമാണ്, തനിക്കും തൻ്റെ കുടുംബത്തിനും മാത്രമാണ് ഈ സ്ഥാനമാനങ്ങൾ എന്ന് ആരാണ് താങ്കളെ പഠിപ്പിച്ചത്? ഒരു വീട്ടിൽ 3 MP-മാർ, സോണിയാഗാന്ധി MP, രാഹുൽ ഗാന്ധി MP, പ്രിയങ്ക ഗാന്ധി MP. ഇപ്പോൾ ചില വാർത്തകളും വരുന്നുണ്ടല്ലോ, അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, എന്നാലും വരുന്നുണ്ട്. ഈ പ്രിയങ്ക ഗാന്ധിയുടെ മകൻ്റെ പേരും ഗാന്ധിയാക്കി മാറ്റിയത്. അങ്ങനെ ഒരു പേര് അടിച്ചു മാറ്റി തട്ടിപ്പും വെട്ടിപ്പും നടത്തി എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? നിങ്ങൾ പിന്നോട്ട് പോയില്ലെങ്കിൽ അമേഠിയിൽ കണ്ടതുപോലെ നിങ്ങളെ പരാജയപ്പെടുത്തി നിങ്ങളെ മൂലയിൽ ഇരുത്തും. അല്ലെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിലെല്ലാം ഉള്ള മണ്ഡലങ്ങളുണ്ടല്ലോ, അതും ഒരു പരിധിവരെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. തുടക്കത്തിൽ ഒരു ആവേശം കൊണ്ട് പിന്തുണയ്ക്കും. വയനാട്ടിൽ നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നില്ല ഒരു ധാരണയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ് നിങ്ങൾ മത്സരിക്കുന്നത്. വരുന്ന 2024-26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. മുസ്ലിം ലീഗ് മറുകണ്ഠം ചാടുകയാണ്. ആ ഘട്ടത്തിൽ വയനാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമോ? അവിടെ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന ഒരു സീറ്റാണല്ലോ. നിലവിൽ വർഷങ്ങളായി തന്നെ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന 2 സീറ്റുകളാണ്, ഒന്ന് കാസർഗോഡ്, അതോടൊപ്പം തന്നെ വയനാട്. ഇപ്പോൾ അവർ 2 സീറ്റുകൾ മത്സരിക്കുന്നു. അവർ 4 സീറ്റായി ചോദിക്കുകയാണ്. അതിലൊന്ന് വയനാടാണ്. ആ വയനാട്ടിൽ മുസ്ലിം ലീഗ് മത്സരിക്കുകയാണെങ്കിൽ, LDFന്റെ പിന്തുണയോടുകൂടി തന്നെ മുസ്ലിം ലീഗ് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം പ്രതിസന്ധിയിലാകും. അങ്ങനെ നമ്മുടെ പാലോട് രവി പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറില്ലേ? ആ എടുക്കാച്ചരക്കായി മാറുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. നിങ്ങൾ പുതിയ നേതാക്കളെ കൊണ്ടുവരൂ. രാഹുൽ ഗാന്ധി 3 തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80-ലധികം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടു. പാർട്ടിയുടെ സംഘടനാ സംവിധാനം പൂർണ്ണമായി തന്നെ ഇല്ലാതായി. അങ്ങനെ പരാജയപ്പെട്ട ഒരു മനുഷ്യനെ ഒഴിവാക്കി അങ്ങനെ പ്രിയങ്ക വരട്ടെ. നിങ്ങൾ അങ്ങനെയാണല്ലോ, ആ കുടുംബം വിട്ട് പുറത്തു വരില്ല. പ്രിയങ്ക വരട്ടെ. പ്രിയങ്കയെ കൊണ്ട് സാധിച്ചില്ല, നിങ്ങൾ പുതിയ നേതൃത്വത്തെ കൊണ്ടുവരൂ. ഇപ്പോഴും ബി ജെ പിക്ക് നിലവിൽ വർക്കിംഗ് പ്രസിഡന്റ്, ഇപ്പോൾ പ്രസിഡന്റിനെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ആരോഗ്യമന്ത്രിയായ JP നഡ്ഡയാണ് ഇപ്പോഴും പ്രസിഡന്റ് സ്ഥാനം നോക്കി നടത്തുന്നത്. അപ്പോൾ ഇനി മറ്റൊരു പുതിയ പ്രസിഡന്റ് ആരാണ് വരുന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയുമോ? അതാണ് BJPയിൽ അങ്ങനെ പറയാൻ കഴിയില്ല. ഇതൊരു കുടുംബം മാത്രമായി ചുരുങ്ങുകയാണ് കോൺഗ്രസ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മോദി പോയാൽ ആര് വരുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പല പേരുകളും. യോഗി എന്ന് പറയുന്നവരുണ്ട്. യോഗി എന്ന് പറയുമ്പോൾ മറുഭാവം ചോദിക്കും, അതെന്താ അമിത്ഷായ്ക്ക് പ്രധാനമന്ത്രി ആയിക്കൂടെ? അമിത്ഷായെ കുറിച്ച് പറയുമ്പോൾ പറയും അതിൻ്റെ അയൽ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലെ യുവാവായ ദേവേന്ദ്ര ഫഡ്നാവിസിനായിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാജ്നാഥ് സിംഗിനായിക്കൂടെ? അതോടൊപ്പം തന്നെ ആസാം മുഖ്യമന്ത്രി അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന അദ്ദേഹത്തിനായിക്കൂടെ? അങ്ങനെ ഓരോ പേരുകൾ. ദക്ഷിണ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അണ്ണാമലയുടെ പേര് ഉയർന്നു കേൾക്കുന്നു. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല ഒരു നേതാവിൻ്റെ പേര്. അത്ര വലിയ സംഘടനാ സംവിധാനമാണ് BJPക്കുള്ളത്. മറിച്ച് നാളെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒന്നുകിൽ രാഹുൽ ഗാന്ധി ആയിരിക്കും, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ KPCCയുടെ AICCയുടെ പ്രസിഡന്റ് തുടർ പരാജയങ്ങൾ ഉണ്ടായതുകൊണ്ട് മല്ലികാർജുന ഖാർഗെയെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പിന്തുണയ്ക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾക്ക് വേണ്ടി പെട്ടിപിടിക്കുന്നവരെ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ ചുരുക്കിക്കാണുന്നു? പുതിയ നേതാക്കളെ വളർത്തിക്കൊണ്ടുവന്നെങ്കിൽ അവർ എങ്ങനെയെങ്കിലും വളർന്നു വരും. പക്ഷെ അവരെ പരിഗണിക്കാത്തത് കൊണ്ട് അവരിപ്പോൾ ഇന്ന് BJP പാളയത്തിലല്ലേ. അത് ഒഴിവാക്കാൻ എന്തായാലും കോൺഗ്രസ് ശ്രമിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പാർട്ടി വലിയ തിരിച്ചടി ഉണ്ടാകും. എന്തായാലും ആ BJPയുടെ ഐശ്വര്യമായ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ ഏതെങ്കിലും BJP നേതാവ് തയ്യാറാകുകയാണെങ്കിൽ അദ്ദേഹം ഒറ്റപ്പെടുമെന്ന സന്ദേശമാണ് കേരളത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.